ഫ്രണ്ട്സ്, അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ഒരു ട്രിപ്പ് പോയതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. ഞാൻ ഓർത്തു പിന്നീടാണെങ്കിലും നമുക്കിതൊക്കെ കാണുമ്പം ഇതെല്ലാം ഒരു ഓർമ്മയാണല്ലോ, പോയ സ്ഥലങ്ങളും അങ്ങനെ ഉള്ള കുറേ ഓർമ്മകൾ നമുക്ക് കിട്ടുമല്ലോ. കുറേ നാളായി ഇതിങ്ങനെ എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് ഇതിങ്ങനെ കിടക്കുന്നു. അപ്പോൾ എന്താണേലും ഇത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ അന്ന് തൊട്ട് കിടക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് ഞാൻ ഓർക്കുന്നതൊക്കെയാണ് ഇപ്പം പറയുന്നത്. ഇപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് സ്കൂളൊക്കെ തുറന്നു. അപ്പം പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ബീച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ബെൽജിയത്തിൽ തന്നെയാണ് താനും. നിങ്ങൾ ബെൽജിയത്തിൽ വരുന്നുണ്ടെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അപ്പം ഞങ്ങൾ പാക്ക് ചെയ്ത് എല്ലാം ഇന്നലെയാണ് കുറേയൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം അതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇത്രയും ലഗേജാണ്. ശരിക്കും പറഞ്ഞാൽ ഡിക്കി ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഒരു 2 കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ കുടിക്കാനും പോകുന്ന വഴിക്കൊക്കെ വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നാൽ അങ്ങനെയൊക്കെ കുടിക്കാം. ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങും എന്താണേലും, കാരണം കുട്ടികളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും. എന്നാലും 2 കുപ്പി വെള്ളം ഇരിക്കട്ടെ എന്ന് ഓർത്തു. അപ്പം കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളും നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഞങ്ങൾ ഒരു 3 ദിവസത്തെ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 2 ദിവസമാണ് നമുക്ക് സ്റ്റേ വരുന്നുള്ളൂ. നമ്മൾ ഞായറാഴ്ച പോയിട്ട് ചൊവ്വാഴ്ച വരാൻ പാകത്തിനാണ് പോകുന്നത്. അപ്പം അതിനാവശ്യമുള്ള ഡ്രസ്സുകളും പിന്നെ ബീച്ചിലേക്ക് ഇവർക്ക് കളിക്കാനുള്ള കുറച്ച് ടോയ്സും കാര്യങ്ങളും പിന്നെ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ വാട്ടർ പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാനുള്ള ഐറ്റംസും അങ്ങനെ കുറച്ച് ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു എയർ ബെഡും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് കിടക്കാൻ പിള്ളേർ ഇത്രയും പേരുള്ളത് കൊണ്ട് കിടക്കാൻ വല്ല സ്പേസ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാൻ വേണ്ടിയാണ് എയർ ബെഡും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസാണ് നമ്മൾ എടുത്താക്കുന്നത്. ഞങ്ങൾ 3 ഫാമിലിയാണ് പോകുന്നത്. അപ്പം 3 ഫാമിലിയിലും 2 കുട്ടികൾ വെച്ച് 2 ഫാമിലിക്കും നമുക്ക് 3 കുട്ടികളുമാണ് ഉള്ളത്. അപ്പം അതിന് ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടെന്നാണ് വിചാരം. നമ്മൾ കോക്സൈഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയുവാണെങ്കിൽ ബ്രൂഷ് എന്ന് പറയുന്ന അവിടെ നിന്ന് ഒരു 30-35 മിനിറ്റാണ് കാണിക്കുന്നത്. നമ്മൾ ബ്രൂഷിലേക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കോക്സൈഡ് എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 മണിക്കൂറാണ് നമുക്ക് കാറിന് വേണ്ടി വരുന്നത് അവിടെ എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വഴികൾ തന്നെ നല്ല രസമായിരുന്നേ കാണാനായിട്ട്. ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പം കുറച്ച് ലേറ്റായി. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പം. പക്ഷെ ഞങ്ങൾ 3 ഫാമിലിയിലും ഞങ്ങളായിരുന്നു കുറച്ചെങ്കിലും നേരത്തെ ഇറങ്ങിയത്. ബാക്കി 2 പേരും വീണ്ടും ലേറ്റായിരുന്നു. അവർക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അവരുടേതായ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ലേറ്റായത്. അപ്പം ഞങ്ങൾ എന്താണേലും നേരത്തെ തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളങ്ങ് പോകുന്നത്. അപ്പം നമ്മൾ ഓർത്തു അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അവിടെയൊക്കെ നിന്ന് കാണാനുണ്ടെങ്കിൽ കാണാം എന്നൊക്കെ ഓർത്തിട്ടാണ്. ഈ പോകുന്ന വഴികളുണ്ട്, 2 സൈഡിലും നിറച്ച് മരങ്ങളാണ്. ഇപ്പം സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല രസമാണ്. ഇങ്ങനെ വഴികളും ഒക്കെ കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ അതൊരു ഭയങ്കരമായിട്ട് നല്ല ഭംഗിയാണ്. ഈ മരങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം നമ്മൾ ഏകദേശമൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണേ. അപ്പം ഞങ്ങൾ അവിടെ എത്താറാകുന്ന ആ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫാമിലി അവിടെ നിന്ന് ഇറങ്ങുന്നത്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എങ്കിലും നമ്മളോർത്ത് കുഴപ്പമില്ല, ടൈമുണ്ടല്ലോ നമുക്കവിടെ. ഇന്നവിടെ സ്റ്റേ ആണല്ലോ. അപ്പം അവർ വരുമ്പോഴത്തേക്കും 3 മണിക്കായിരുന്നു നമുക്ക് എൻട്രി ചെയ്യാനുള്ള ടൈം കൊടുത്തിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു എന്താണേലും. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും 3 മണിക്ക് നമുക്ക് എന്താണെങ്കിലും കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളവിടെ വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നപ്പോഴത്തേക്കും വിശപ്പൊക്കെ തുടങ്ങി. എന്നാൽ പിന്നെ തൊട്ടടുത്ത് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ബർഗറിൻ്റെ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഓർത്തു എന്നാൽ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാൻ ഓർത്തുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി കുറച്ചല്ല എല്ലാവരും ഓരോ ബർഗറൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും ഇവരെല്ലാവരും എത്തി കേട്ടോ. ബാക്കി 2 ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് പോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതായത് ഈ സൈക്ലിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് നടക്കാനും ഒക്കെ വേണ്ടി അവർ തന്നെ ക്രിയേറ്റ് ചെയ്താക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയായിട്ടോ അത്. ശരിക്കും ഒരു ഫോറസ്റ്റ് പോലെ തന്നെ നമുക്ക് തോന്നും. നിറച്ച് ഫ്രൂട്ട്സും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ആ സ്ഥലം. അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ കുഞ്ഞു വഴികളുവേ. അപ്പം ഞങ്ങളുടെ ഏറ്റവും ആദ്യം ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഈ ഒരു ഏരിയ ആയിരുന്നു, ഈ ഒരു സ്ഥലമായിരുന്നു. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ജസ്റ്റ് ഒരു 10 നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കോടെ എല്ലാം നടന്നേ. നമ്മൾ പോകുമ്പോൾ തന്നെ കാണാം ഒത്തിരി ആളുകൾ സൈക്കിളിലും നടന്നും ഒക്കെ അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ നടക്കുന്നത്.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാട്ടോ നമ്മുടെ സ്ഥലം, നമ്മൾ താമസിക്കാം. ഇത് അവരുടെ ഓഫീസാണ്. അതിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഇങ്ങനെ ശാലയെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ വീടുകളുണ്ട്. ആ വീട് കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. നമ്മളോർക്കും ഇത്രയും കുഞ്ഞു കുഞ്ഞു വീടുകളോ, ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ താമസിക്കുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഞാനിതിൻ്റെ ഉള്ളെല്ലാം കാണിച്ചു തരാമേ. അപ്പം നമ്മൾ വന്നപ്പം തന്നെ ആ ഓഫീസിൽ ചെന്ന് അവർ എന്താ പറയുന്നത്, അവർ പോയി എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു, രജിസ്റ്റർ ചെയ്തു. നമ്മൾ കയറാനുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴിയാണല്ലോ നമ്മൾ ചെയ്തത്. അത് ജസ്റ്റ് അവരെ കാണിച്ചു കൊടുക്കുക, പേയ്മെൻറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മളോട് പറയും എവിടെയാണ് കാണിച്ചു തരും, എവിടെയാണ് നമ്മുടെ ആ ഒരു കുഞ്ഞു വീടെന്ന് നമുക്ക് കാണിച്ചു തരുവേ. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു കുഞ്ഞു പാർക്കാട്ടോ. അപ്പം അത് തന്നെ ഒരു അടിപൊളിയായിരുന്നു. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കളിക്കാൻ ഒരു ഏരിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ വീട് നോക്കിയ സമയത്ത് അത് നമ്മൾ നോക്കിയിരുന്നു കേട്ടോ, ഫ്രണ്ടിലായിട്ട് ഗാർഡനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ. കാരണം നമ്മൾ വീട്ടിലിരിക്കുന്ന ടൈമിലും ഇവർ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഇവർക്കും ഒരു ടൈം പാസ് വേണമല്ലോ, അങ്ങനെ. അപ്പോൾ ഇതാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വീട്, അപ്പുറം വേറൊരു വീട്. അപ്പോൾ ഞാൻ ഈ സെയിം തന്നെയാണ് എല്ലാ വീടും. നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ പുറത്ത് നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ചെറിയ കിച്ചണുണ്ട്. ഇതാണ് കിച്ചണ്. അതിനകത്ത് തന്നെ ഫ്രിഡ്ജും ഫ്രീസറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്കുള്ള ഇതാണ് ഒരു ഹോളായിട്ട് ഇവർ കാണിച്ചിരിക്കുന്നത്. ചെറിയൊരു ഹോളാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനകത്ത് സോഫയും ഡൈനിങ് ടേബിളും ചെയറും ടിവിയും അതുപോലെ AC എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം, ഇങ്ങനെ ഓരോ സിംഗിൾ ബെഡ് രണ്ടായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. അത് തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ടോയ്ലറ്റും പിന്നെ കുളിക്കാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമിനകത്ത് നിറച്ച് കബോർഡ്സും ഉണ്ട് കേട്ടോ. ചെറിയ ബെഡ്റൂം ആണെങ്കിലും അതിനകത്ത് നിറച്ച് കബോർഡ്സ് ഉണ്ട്. ഇതാണ് കിച്ചൺ ഞാൻ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കിച്ചണിനകത്താണെങ്കിലും വാഷ് ബേസിനും കാര്യങ്ങളും ഉണ്ട്, സ്റ്റൗ ഉണ്ട്, പാത്രങ്ങൾ, സ്പൂൺസ്, എല്ലാ കാര്യങ്ങളും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല, കൊണ്ടുവരേണ്ട ഒന്നും കാര്യമില്ല. ഇങ്ങനെ വീടെടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഈ പാത്രങ്ങളൊന്നും വലിച്ചു വാരി കൊണ്ടുവരണ്ട. നമ്മൾ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊക്കെ പോയപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയായിരുന്നു. ഈ വർഷം ഞങ്ങൾ ഓർത്ത് ഒന്നും കൊണ്ടുവരണ്ട, കാരണം നമ്മുടെ പാത്രങ്ങളും ഇവരുടെ പാത്രങ്ങളുമായിട്ട് മിക്സ് ആയിപ്പോയിട്ട് ലാസ്റ്റ് നമുക്ക് പോകാൻ നേരത്ത് പിന്നെയും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ഞങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല ഈ പ്രാവശ്യം. ഇവരുടെ തന്നെ പാത്രങ്ങളെല്ലാം യൂസ് ചെയ്യാമെന്ന് ഓർത്തു. അവർക്ക് അതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ കറക്റ്റായിട്ട് അതെല്ലാം നോക്കി എടുത്ത് വീട് നന്നായിട്ട് ക്ലീനാക്കി ആ സെയിം നമ്പറൊക്കെ ഉണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണേൽ നമ്മൾ തിരിച്ചു വെച്ചിട്ട് പോകാനായിട്ട്. ഓവനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് ആകെ മിസ് ചെയ്ത ഒരു കാര്യം, പാത്രം കഴുകുന്ന ഒരു മെഷീൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പോൾ ആ വീട്ടിൽ പാത്രം കഴുകുന്ന മെഷീനും ഉണ്ടായിരുന്നു. അത് മെഷീൻ ഇല്ല എന്നുള്ള വിഷമം കൊണ്ട് പറഞ്ഞതല്ല, ആ ഒരു കാര്യം ഇതിനകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിന് ഒത്തിരി പാത്രങ്ങളൊന്നും ഇല്ലല്ലോ, 2 ദിവസത്തെ സ്റ്റേക്ക് ഇത്രമാത്രം കാര്യങ്ങളൊന്നും ഇല്ല. ഇത് അടുത്ത ബെഡ്റൂമാണ്. അപ്പം നമുക്ക് 2 ബെഡ്റൂമാണുള്ളത്. ഇത് വേറൊരു ബെഡ്റൂം, അതും സെയിം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാട്ടോ ഈ വീടെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഒരു 10 മിനിറ്റ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു, 5 മിനിറ്റ് വേണമെങ്കിൽ പറയാം, കാറിന് പോകാനുള്ള ദൂരമാണ്. നടക്കാനാണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ കാണുമായിരിക്കും. അത്രയും ദൂരമാണ് നമുക്ക് ഉള്ളത് ഈ ഒരു ബീച്ചിലേക്ക്. അപ്പം നമ്മൾ കുറച്ച് പേര് നമ്മളെല്ലാവരും ആദ്യം കാറിനാണ് വന്നത്. അതൊരു 2 ട്രിപ്പായിട്ട് വരുമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട്, കാരണം നമുക്ക് അവർ പറഞ്ഞിരുന്നു പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ചിലപ്പം കുറവായിരിക്കും, പാർക്കിംഗ് പാടായിരിക്കും എന്ന്. അതുകൊണ്ട് കുറച്ച് പേര് നടന്നും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ളവർ വണ്ടിക്കും അങ്ങനെയൊക്കെയാണ് വന്നത്. തിരിച്ചു പോയതും അങ്ങനെ തന്നെയായിരുന്നേ. ഇതാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല നീറ്റുമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല നീറ്റാണ് ഈ ബീച്ച്. ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു. നല്ലൊരു വെതർ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ടൈമാണെങ്കിലും നല്ല വെതറായിരുന്നു കേട്ടോ, തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്ന ബീച്ചിൽ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിരുന്നു. കൈറ്റും അതുപോലെ തന്നെ ഇവർക്ക് മണ്ണിൽ കളിക്കാനുള്ള സാധനങ്ങളും ചെറിയ ബക്കറ്റ്, ഒരു സെറ്റ് സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചൊന്നും അല്ല കേട്ടോ.
ഇതെല്ലാം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. അത് നമ്മൾ അതേപടി കൊണ്ടുപോയി വെച്ചിട്ട് ഈ വർഷം അങ്ങനെ തന്നെ എടുത്തിട്ട് വന്നതാണ്. അപ്പം അങ്ങനെ വന്നു. കുറേ നേരം അങ്ങനെ കുട്ടികളൊക്കെ കളിച്ചു, നമ്മളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെയൊക്കെ എടുത്തു. അത് നമ്മുടെ ഒരു മെയിൻ കാര്യമാണല്ലോ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെയും കുറച്ച് ടൈമൊക്കെ പോയി. അങ്ങനെ ബീച്ചിൽ കുറേ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ 17-ാം തീയതി, അതായത് 17-ാം തീയതിയും 19-ാം തീയതി ആയിട്ട് നമ്മുടെ 2 ഫാമിലിയിലുള്ള 2 കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നേ. സായയുടെയും നോർവേയുടെയും. ഇവർ 2 പേരും 2 ഡേയ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ വർഷവും ഇവർ തന്നെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ പോലും നമ്മൾ ഇവരെ 2 പേരും ഒന്നിച്ചും നമ്മൾ എല്ലാവരും കൂടി ഒരു ബർത്ത്ഡേ ആഘോഷമുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ ഓർത്തു ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വെക്കേഷന് പോകുന്ന ടൈമിലാവട്ടെ എന്ന്. കഴിഞ്ഞ വർഷവും നമ്മൾ വെക്കേഷന് പോയ ടൈമിൽ തന്നെയായിരുന്നു കേട്ടോ ബർത്ത്ഡേ ആഘോഷിച്ചത്. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് കേക്കൊക്കെ മുറിപ്പിച്ചു, കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം പോയേ. നമ്മൾ കുറച്ച് ഫുഡൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്, ചപ്പാത്തിയും കറിയും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പം വൈകുന്നേരം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് വാട്ടർ പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി വന്നപ്പോഴാണ് ഈ ഒരു പാർക്ക് നമ്മൾ അടുത്ത് കാണുന്നത്. ഏകദേശം 30 മിനിറ്റാണ് നമ്മൾ താമസിച്ചിടത്തുനിന്ന് ഉണ്ടായിരുന്നത്. അപ്പം ആ 30 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പാർക്ക് നോക്കിയപ്പം നമ്മൾ അത്ര ഒരു വലിയ പാർക്കായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. പക്ഷേ ഓക്കെ പോയേക്കാം, നമ്മളൊരു ഫുൾ ഡേ വെറുതെ പിന്നെയും ബീച്ചിൽ പോകുന്നതിൽ നല്ലതല്ലേ, പോയേക്കാം എന്നോർത്താണ് നമ്മളിവിടെ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ കയറുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ തിരക്കും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്ര മോശമല്ല ഈ പാർക്ക് എന്നുള്ള കാര്യം. ഈ പാർക്കിൻ്റെ പേര് ബുദ്വെയിൻ പാർക്ക് എന്നാണ്. നമ്മൾ ബ്രൂഷാണ് അവർ അഡ്രസ്സ് കൊടുത്താക്കുന്നത്, ബ്രൂഷിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ പേരൻസിൽ അമ്മമാരെല്ലാവരും കൂടി കുട്ടികളെയും കൊണ്ട് ഈ പാർക്കിലേക്ക് കയറി. അവർ ആണുങ്ങളെല്ലാവരും അവിടെ ബ്രൂഷ് കാണാനായിട്ട് പോയേ. അവർക്ക് പാർക്ക് അത്ര രസമുണ്ടാവില്ല എന്ന് ഓർത്തിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് പിള്ളേർ മെയിനായിട്ടും കിഡ്സിനെ കുറച്ച് എൻജോയ് ചെയ്യിപ്പിക്കണം എന്ന് ഓർത്താണല്ലോ, അവരെയാണല്ലോ മെയിൻ വെക്കേഷൻ. അങ്ങനെ ഓർത്താണ് നമ്മൾ വന്നത്. പാർക്കിൽ വന്നപ്പം തന്നെ അടിപൊളിയായിട്ട് തോന്നിയേ. കാരണം കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ എൻജോയ് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട് അവിടെ. ഒത്തിരി റൈഡും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഓരോ റൈഡിനും അവരുടെ ഹൈറ്റ് അനുസരിച്ചാണ് ഇവർ റൈഡിൽ കയറ്റുന്നത്. ഏജ് അല്ല, ഹൈറ്റാണ് റൈഡിന് അവർ നോക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ടാവും. അവരുടെ ആ ഒരു ഹൈറ്റിനനുസരിച്ചാണ് ഓരോ റൈഡിലും കയറ്റത്തുള്ളൂ. അപ്പം എൻ്റെ കൂടെ സാൻവി ഉള്ളതുകൊണ്ട് തന്നെ, കാരണം അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ പല റൈഡിലും എനിക്ക് കയറാൻ പറ്റിയില്ല. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഇവർ സാൽഗോയും സൗമ്യയും കയറിയിട്ട് തിരിച്ച് വന്നിട്ട് അവർ കുഞ്ഞിനെയും കൊണ്ട് പോകും. അപ്പം ഞാൻ കയറും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റിയിട്ടോ. അവർ കയറി എല്ലാ റൈഡിലും തന്നെ എനിക്ക് കയറാൻ പറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നേ. അത്യാവശ്യം ഒത്തിരി റൈഡുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി റൈഡുണ്ടായിരുന്നു. നമ്മളോർത്ത് ഒത്തിരി ചെറിയ പാർക്കാണ്, പക്ഷെ അങ്ങനെയല്ല, ഒരു ഫുൾ ഡേ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരിതുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്, ഞാൻ എൻ്റെ റേറ്റ് മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. കുട്ടികൾക്കും വലിയവർക്കും 32 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു റേറ്റ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൻ്റെ അഡ്രസ്സും റേറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കാമേ. അപ്പം ഇതിൻ്റെ ഈ റൈഡാട്ടോ, ഇപ്പം ഓരോ റൈഡാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരാദ്യം നമുക്കൊരു കാർഡ് തരും. ആ കാർഡിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഡോൾഫിൻ ഷോയും അതുപോലെ തന്നെ വേറൊരു ഇതിൻ്റെ ഷോയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഷോയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും ഡോൾഫിൻ ഷോ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മൾ ആ ടൈം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3:30, 2:30, 4:30 അങ്ങനെ എന്തൊക്കെയോ ഒരു 3 ടൈമായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു 3 ടൈമായിരുന്നു കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു റൈഡ് പോലെ തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് അത്യാവശ്യം ഇങ്ങനെ കറങ്ങി വരും. ഈ ഒരു ഏരിയ നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു. പിന്നെ ഇവിടെയുള്ളത് മറ്റേ ഡോൾഫിൻ ഷോയും കാര്യങ്ങളൊക്കെയാണ്. അത് കുറേ ടൈമുണ്ട് കേട്ടോ. ഒരു 10-45 മിനിറ്റോ അങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. അവർ നേരത്തെ ടൈം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ടൈമിൽ തന്നെ വന്ന് കറക്റ്റായിട്ടിരിക്കണം.
ഇത് ഡോൾഫിൻ ഷോ അല്ല, ഇത് വേറെന്തോ ഒരു ഇതിൻ്റെ ഷോ ആയിരുന്നു. എനിക്ക് ഡോൾഫിൻ ഷോയേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നേ. ഇത് അവർ ചെയ്യുന്ന ആ രീതി എന്ന് പറയുന്നത്, അവരൊരു എന്നാ പറയുന്നത്, ഒരു സ്കിറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അങ്ങനെ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. ഈ വെള്ളം കണ്ടപ്പം തൊട്ട് ഇവർക്ക് ഇതിനകത്ത് ഇറങ്ങണം എന്നായിരുന്നു മെയിൻ ആഗ്രഹം. ഞങ്ങൾ പക്ഷേ ആദ്യം പറഞ്ഞു ഡ്രൈ ഏരിയ, ആദ്യം പുറത്ത് പോയി നന്നായിട്ട് കളിച്ച് എൻജോയ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാം. കാരണം വെള്ളത്തിലിറങ്ങി പിന്നെ കയറി പിന്നെ ഇറങ്ങി അതൊന്നും നടക്കത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഒരു ചെറിയൊരു സൂ കേട്ടോ. സൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഓരോ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളില്ലേ, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്, ഞാൻ എല്ലാ റൈഡൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ റൈഡെല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്നു. ബ്രൂഷീന്ന് അവരും വന്നു, നമ്മളും അവിടെ നിന്ന് തിരിച്ചെല്ലാവരും കൂടെ തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ വൈകുന്നേരം വന്നിട്ട് ഒരു ബാർബിക്യൂ ആണ് സെറ്റ് ചെയ്തത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊരു അടിപൊളി ബാർബിക്യൂ ഒക്കെ നടത്തി. നമുക്ക് ബാർബിക്യൂ അവിടെ തന്നെ അവരുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഫ്രീ ആയിരുന്നു. അല്ലെങ്കിൽ മെഷീൻ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം, എന്തോ 20 യൂറോയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വരണം. അങ്ങനെ നല്ലൊരു വെക്കേഷൻ എന്ന് തന്നെ പറയാം. ഞങ്ങൾ 2 ദിവസമാണ് ഉണ്ടായിരുന്നെങ്കിലും ആ 2 ദിവസം ഫുൾ ഡേ നമ്മൾ എൻജോയ് ചെയ്തു. കുട്ടികളാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആർക്കെങ്കിലും ഒരു ബീച്ചാണ് പ്രിഫർ ചെയ്യുന്നത്, ഒരു പാർക്കാണ് അതിൻ്റെ അടുത്ത് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നല്ലൊരു സ്ഥലമാട്ടോ ഇത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല നീറ്റുമാണ്. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും നല്ലൊരു ഏരിയ കേട്ടോ. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു വിൻഡ് മില്ലുണ്ടായിരുന്നു, ഞങ്ങൾക്കത് മിസ്സായി, നമുക്ക് ടൈം കിട്ടിയില്ല വിൻഡ് മില്ല് കാണാൻ. അത് പിന്നെ നമ്മൾ നെതർലാൻഡ്സ് പോയപ്പം കഴിഞ്ഞ വർഷം വിൻഡ് മില്ലും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് അത്ര ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഒരു 2 ദിവസം നമ്മൾ പോയതേ അറിഞ്ഞില്ല. വെക്കേഷൻ ആകുമ്പോൾ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് തന്നെ തീർന്നു പോവും വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ 2 കാര്യങ്ങൾ, നിങ്ങൾ ബീച്ചും അല്ലെങ്കിൽ നിങ്ങൾ കിഡ്സിനെയും കൊണ്ട് ഒരു ഫാമിലി ആയിട്ടാണ് പോകുന്നതെങ്കിൽ നല്ലൊരു സ്ഥലം കേട്ടോ. നല്ല ബെൽജിയത്ത് തന്നെയാണെങ്കിൽ പ്രത്യേകിച്ച്, നമ്മൾ കിഡ്സിനെയും കൊണ്ട് പോകുമ്പോൾ ദൂരേക്കൊക്കെ പോകാൻ നമുക്ക് കുറച്ച് പാടാണ്. അതുകൊണ്ട് ബെൽജിയത്ത് തന്നെയാണ് താനും നല്ലൊരു പ്ലേസാണ് താനും. നല്ല നീറ്റാണ്, താമസ സ്ഥലവും നല്ലതാണ്. നമ്മൾ ഇറങ്ങുന്ന ടൈമിലാണെങ്കിലും അവർ വന്ന് ഭയങ്കരമായ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളെല്ലാം നീറ്റായിട്ട് ഇട്ടിട്ട് പോരുക എന്ന് മാത്രമേ ഉള്ളൂ. പോരുന്ന ദിവസം നമുക്ക് ഇച്ചിരി പണിയുണ്ട്, നമ്മളെല്ലാം നീറ്റായിട്ട് ഇടണം. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നല്ല നീറ്റായിട്ട് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. 2 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാമേ. ബൈ ബൈ.